നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കയ്യിലുള്ള മുസാഫാണ് ശരിയായ മുസാഫ്. അതൊന്നുമല്ല. ലോകത്ത് ഒരുപാട് മുസാഫ് വേറുണ്ട്. മാറി 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 മാറ്റം വന്ന മുസാഫുകളാണ്. ദൈവത്തിൻ്റെതാണെങ്കിൽ അങ്ങനെ മാറ്റം വരില്ലല്ലോ. മുസ്ലിങ്ങൾ സാധാരണ പറയും വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാത്ത ഗ്രന്ഥമാണ് ഖുർആൻ. വള്ളിയും പുള്ളിയല്ല, വാക്കെന്നെ മാറിയത് കാണിച്ചു തരാം. അങ്ങനത്തെ ഖുർആൻ ഇന്ന് ലോകത്ത് ലഭ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു തരും. എന്നിട്ട് പറയും ഖുർആനൊക്കെ മാറിപ്പോയി, ആളുകളെ ആവശ്യത്തിനനുസരിച്ച് കൈകടത്തി അതൊന്നുമില്ലാതെയായി. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പറയുന്നതിൽ കുറേ കാര്യമുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ കാര്യമില്ല. പെട്ടെന്ന് നോക്കിയാൽ ശരിയാന്ന് തോന്നും നമുക്ക്. നമ്മുടെ കയ്യിലൊക്കെ ഒരു ഖുർആനുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവിടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഖുർആൻ, സൗദിയിലോ അതുപോലെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഒരേ ഖുർആനാണ്. എല്ലാം ഒരുപോലെയാണ്. അതിനൊരു പേരുണ്ട്, ഹഫ്സിൻ്റെ മുസഫ് എന്നാണ് പറയാം. ഇനിയിപ്പോൾ ഇത്ര ആൾക്ക് അറിയാമെന്നറിയില്ല. അത് പണ്ടേ കാലം മുതൽ അംഗീകരിക്കപ്പെട്ടാണ്. അതൊരു മുസഹഫാണ്. അതിൻ്റെ പാരായണ ഭേദം ഹഫ്സ് എന്ന് പറയുന്ന ഒരു പ്രഗത്ഭ കാരി, അതായത് ഖുർആൻ പാരായകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട രീതിയിലുള്ള ഹഫ്സിൻ്റെ ഒരു മുസഹഫാണ്. എന്നാൽ ലോകത്ത് ഇതല്ലാത്ത വേറെ മുസഹഫുണ്ട്. മൊറോക്കോയിൽ ചെന്നാൽ അവിടെ വേറെ മുസഹഫ. അതിൻ്റെ പേര് വർഷ് എന്നാണ്, മുസ്ഹഫ് വർഷ്. ഇവരുടെ വാദപ്രകാരം ഹഫ്സ് എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ അടിക്കുന്ന ഖുർആൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുസാഫുമായിട്ട് നിങ്ങൾ മൊറോക്കോയിൽ ചെന്നാൽ മൊറോക്കോയിലെ മുസ്ലിങ്ങൾ നിങ്ങളെ അടിച്ചാട്ടും, കൊണ്ടുപോകാൻ പറയും. ആ ഖുർആൻ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് വേറെയാ ഖുർആൻ എന്ന് പറയും. മുസ്ഹഫ് വർഷ് എന്നാ പറയാം. ലിബിയയിലും ടുണീഷ്യയിലും എത്തിയാൽ ഈ രണ്ട് മുസാഫും അല്ല, അവിടെ വേറെ മുസാഫുണ്ട്. അതിന് മുസ്ഹഫ് ഖാലൂൻ എന്നാണ് ഉപയോഗിക്കുക. ഖാലൂൻ എന്ന് പറഞ്ഞ വേറൊരു കാരി, അയാളുടെ പാരായണ രീതി അനുസരിച്ച് എഴുതി ഉണ്ടാക്കിയ വേറൊരു മുസാഫാണ്. ആഫ്രിക്കയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, സുഡാനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ 3 ഖുർആനും അല്ല, അവിടെ മുസാഫല്ല, അവിടെ വേറെ മുസാഫാ. അതിൻ്റെ പേര് മുസ്ഹഫ് ദൂരി എന്നാണ്. അത് വേറെ മുസാഫാ. പിന്നെ എന്തപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസാഫിൽ വള്ളിക്കും മാറ്റില്ല പുള്ളിക്കും മാറ്റില്ല എന്ന് വെറുതെ പറയല്ലേ. മുഹമ്മദ് നബിയുടെ കാലത്ത് ഇനി ഖുർആൻ ഇറങ്ങിയില്ലെങ്കിൽ ഇറങ്ങിയില്ല, എന്തോ ആയിക്കോട്ടെ, അന്നൊരു മുസാഫ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കാലം കഴിഞ്ഞ് ഓരോ നാട്ടിലേക്ക് മുസാഫ് എത്തിയതോടുകൂടി പാറ്റ കോലം മാറി. നമ്മുടെ മുസാഫ് ടുണീഷ്യയെ പറ്റൂല, ലിബിയയെ പറ്റൂല. നമ്മുടെ മുസാഫും കൊണ്ട് സുഡാനിൽ പോകാൻ പറ്റൂല. നമ്മുടെ മുസാഫും കൊണ്ട് മൊറോക്കയിൽ പോകാൻ പറ്റില്ല. അവിടെയൊക്കെ വേറെ വേറെ മുസാഫാണ്. അപ്പം നിങ്ങളുടെ ഖുർആൻ കണക്കന്നെ. വെറുതെ പറയാ ദൈവം ഉണ്ടാക്കിയതാണ്, അതിൽ മാറ്റം വരൂല, അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ മുസ്ലിങ്ങൾ വെറുതെ പറയാണ്. ഇപ്പം കുറച്ചാൾ എന്നെ തുറച്ച് നോക്കുന്നുണ്ട്, പടച്ച തമ്പുരാൻ ഇങ്ങനെയൊക്കെ ഉണ്ടോ അല്ലേ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ അതെന്താണ് അങ്ങനെ വേറെ വേറെ മുസാഫ് എന്താണ്? പടച്ചോനിപ്പോൾ ഒരു ഖുർആനിലെ അവതരിപ്പിച്ച് പിന്നെ രാജ്യത്ത് മാറുന്നതിനനുസരിച്ച് എങ്ങനെ വേറെ വേറെ മുസാഫ് ഉണ്ടാവുക? അങ്ങനെ വരാൻ പാടില്ലല്ലോ. എല്ലായിടത്തും ഒന്നല്ലേ പാടുള്ളൂ. ഇങ്ങനെ ഒരാൾ നിങ്ങളോട് ചോദിച്ചിട്ട് പറയാണ് അതുകൊണ്ട് ഖുർആനൊക്കെ മാറിപ്പോയി, ഇത് ദൈവത്തിൻ്റെ ഒന്നുമല്ല വെറുതെ പറഞ്ഞുണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ നമ്മളും പറയാം അങ്ങനെയല്ലേ. നമുക്കും തുടങ്ങിയ സംശയം. ഇത് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ രൂപത്തിലുള്ള അവതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, അതായത് കൂടുതൽ കാര്യങ്ങൾ ഖുർആനിനെക്കുറിച്ചും ഖുർആനിൻ്റെ ക്രോഡീകരണത്തെക്കുറിച്ചും അതിൻ്റെ പാരായണത്തെക്കുറിച്ചും ഒക്കെ ആഴത്തിൽ പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നും. ശരിയാണല്ലോ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നല്ലോ എന്ന് തോന്നും. ഇനി ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിലുള്ളൊരു മുസാഫ്, അതിലെ ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഓതുന്ന സമയത്ത് അതിലൊരു ആയത്തുണ്ട്, മാലിക്കി യൗമിദ്ദീൻ എന്ന് നമ്മൾ ഓതുന്നു. മാലിക്കി യൗമിദ്ദീൻ ആണല്ലോ, അങ്ങനെയല്ലേ ഓതുക. എന്നാൽ ഈ പറയണ വർഷിൻ്റെ മുസാഫ് എടുത്തിട്ട് നോക്കിയാൽ അതിൽ മലിക്കി യൗമിദ്ദീനേ ഉള്ളൂ, മാലിക്കി എന്നില്ല. അപ്പം ഖുർആന് പള്ളിക്കും പുള്ളിക്കും മാറിയോ ഇല്ലേ? അത് മാറിയല്ലോ. അപ്പോൾ മലിക്കി യൗമിദ്ദീൻ എഴുതിയ മുസാഫും ഉണ്ട്, മാലിക്കി യൗമിദ്ദീൻ എഴുതിയ മുസാഫും ഉണ്ട്. ഏതാ ശരിയായ മുസാഫ്? മുഹമ്മദ് നബിക്ക് അള്ളാഹ് ഇറക്കി കൊടുത്തത് ഏതാ? മാലിക്കി എന്നാണോ മലിക്കി എന്നാണോ? അല്ല, നമ്മളടങ്ങാറാനിപ്പോൾ ഈ ചോദ്യം മതിയല്ലോ, പോരെ? അത് മതി.
പിന്നെ ഖുർആനിൽ ചില സ്ഥലത്ത് അപ്പോൾ ഓരോരോ സൂറ നോക്കിയിട്ട് പറയാൻ സമയമില്ല, വെറുതെ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. നമ്മളിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാൽ തീരൂല്ല. ഖുർആനിൽ യഅലമൂൻ എന്ന് വായിച്ചിട്ടില്ലേ? പല സ്ഥലത്തും നമ്മൾ യഅലമൂൻ എന്ന് കാണാറുണ്ടല്ലോ. എന്നാലേ ഈ വർഷ പോലെയുള്ള ചില മുസഹഫ് എടുത്തു നോക്കിയാൽ നമ്മൾ ചില സ്ഥലത്ത് യഅലമൂൻ എന്ന് വായിക്കുന്നത് അതിൽ തഅലമൂൻ എന്നാണ്. അപ്പോൾ യാ എന്നുള്ളത് താന്നായിപ്പോയി. അത് ഉള്ളതാട്ടോ, ഉള്ളത് തന്നെ അംഗീകരിച്ചേ പറ്റുള്ളൂ, അതുള്ളതാ. അപ്പൊ പിന്നെന്താ ചെയ്യുക? പിന്നെന്താ ഇപ്പൊ പറഞ്ഞത് മാറിയിട്ടില്ല എന്നൊക്കെ? അപ്പൊ ഉറപ്പായല്ലോ ഇത് ദൈവത്തിൽ നിന്ന്, പടച്ച തമ്പുരാനിൽ നിന്ന് ഇറങ്ങിയതല്ല എന്ന് ഉറപ്പായില്ലേ? ഇറങ്ങിയതാണെങ്കിൽ അങ്ങനെ മാറ്റം വരുമോ? ഇതാണ് ചോദ്യം നമ്പർ 1. അപ്പോ ഇതിന് മറുപടിയല്ല, ഇതിനൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഖുർആൻ അതെന്താണ്, അതെന്തല്ല എന്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നതാരാ? മുഹമ്മദ് നബി ആണല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് വഹി വരിക. വഹി വരുമ്പം പറയുക വഹി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്രോഡീകരിച്ച് വെച്ച സാധനമാണല്ലോ ഈ മുസഹഫ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാചകന്റെ അംഗീകാരം ഉള്ളത് മാത്രമേ എന്താവൂ മുസഹഫായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. വചനങ്ങൾ ഖുർആനായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ, അല്ലാതെ അംഗീകരിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഇതിനെല്ലാത്തിനും പ്രവാചകന്റെ അംഗീകാരം ഉണ്ടായിരിക്കണം, എന്നാൽ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ ഇതിൽ ഏതാ ശരി ഏതാ തെറ്റെന്ന് എങ്ങനെ പറയാം? വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ച് ആൾ നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ടല്ലോ, കീശയിൽ കൈയിട്ടാൽ 10 റുപ്യേൻ്റെ നോട്ട് കിട്ടും എല്ലാവർക്കും, അവനവൻ്റെ കീശയിൽ. ഒരു 5ഓ 10ഓ നോട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കുക, എല്ലാ നോട്ടും ഒരുപോലെയാണോ? സാധാരണഗതിയിൽ 10 റുപ്യയുടെ നോട്ടിന് വ്യത്യാസം ഉണ്ടോ? ഇല്ലേ? ഒറ്റ നോട്ടേ ഉള്ളൂ, അല്ല വേറെ വേറെ നോട്ടുണ്ടോ? കളറിൽ വ്യത്യാസം, ചിത്രത്തിൽ വ്യത്യാസം, എഴുത്തിൽ വ്യത്യാസം, വലിപ്പത്തിൽ വ്യത്യാസം ഒക്കെ വ്യത്യാസമുള്ള നോട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. 100 റുപ്യൻ്റെ നോട്ട് തമ്മിൽ വ്യത്യാസമുണ്ടോ? 100 റുപ്യൻ്റെ വലിയൊരു നോട്ടുണ്ടേ, ഇപ്പം ഇറങ്ങി വേറെ നോട്ടില്ലേ, അതിൻ്റെ കളറ് തന്നെ ഒരു തരം നമ്മളെ പഴയ ഉജാലമുഖ്യമായിട്ടുള്ളൊരു 100 രൂപ ഇപ്പോൾ പുതിയ വന്നിട്ടില്ലേ, അതും 100 തന്നെയാണ്, ഇതും 100. ഇത് കൊടുത്താൽ എന്തൊക്കെ സാധനം കിട്ടുമോ അത് കൊടുത്താലും അതന്നെ കിട്ടൂലേ? കിട്ടും. 10 രൂപയുടെ നോട്ട് വളരെ വ്യത്യസ്തമാണ്, ചെറുതുമുണ്ട് വലുതുമുണ്ട്, വലുതിൽ തന്നെ ഇനം വ്യത്യാസമുണ്ട്, അതൊക്കെ ഉപയോഗത്തിലുണ്ട്. ഇപ്പം അതൊരു സാധനം ഇറങ്ങിയിരിക്കുന്നു 10 റുപ്യൻ്റെ കോയിനും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒറിജിനൽ 10 ഏതാ? ഈ ബെൽറ്റാണോ ചെറുതാണോ അല്ലെങ്കിൽ കോയിനാണോ? ഏതാ ഈ ഒറിജിനൽ 10? ഉജാലമുക്കിയ 100ൻ്റെ നോട്ടാണോ അല്ലെങ്കിൽ മറ്റേ 100ൻ്റെ നോട്ടാണോ? ഏതാ ഒറിജിനൽ? രണ്ടും ഒറിജിനലാ? ആര് പറഞ്ഞു? അത് അടിച്ച ആള് പറഞ്ഞു രണ്ടും എന്ത് തന്നെ ഒറിജിനൽ നിങ്ങൾ ഉപയോഗിച്ചു എന്ന്. അതുകൊണ്ട് നമുക്ക് വിരോധമില്ലല്ലോ. അങ്ങനെ എങ്ങാനും ഖുർആനെ പറ്റി പറഞ്ഞാൽ മതിയല്ലോ. 4 ഖുർആനുണ്ട് അല്ലെങ്കിൽ 10 മുസഹഫ് ഉണ്ട്, ഇത് 10ഉം ശരിയാണെന്ന് അതിൻ്റെ ഒറിജിനൽ ഗവൺമെൻറ് പറഞ്ഞാൽ പിന്നെ നമുക്കെന്തില്ല? തർക്കമുണ്ടോ? തർക്കമില്ല. അപ്പോഴേ മലിക്കി നോദിയാലും മാലിക്കി നോദിയാലും ഖുർആൻ തന്നെയാണ്. ചിലയിടത്ത് യഅലമൂൻ നോതും, ചില സ്ഥലത്ത് അത് തഅലമൂൻ നോതും, അതും എന്ത് തന്നെയാണ്? ഖുർആൻ തന്നെയാണ്. ഇത് ഇന്നോ ഇന്നലെയോ ടുണീഷ്യയിലോ ലിബിയയിലോ സുഡാനിലോ ഉണ്ടാക്കിയതൊന്നും അല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ റസൂൽ തന്നെ ഓതി പഠിപ്പിച്ചു കൊടുത്തതാണ്. അത് ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. സാധാ മദ്രസയിൽ പോയാലും മനസ്സിലാവണമെന്നില്ല. ഇത്തിരി ഖുർആനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കുകയോ ഈ തജ്വീദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ ഓത്തിൻ്റെ നിയമമില്ലേ, അതൊക്കെ പഠിച്ചവർക്കറിയാം ഖുർആൻ 7 തരത്തിൽ ഓതാൻ പറ്റും. കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ ശ്വാസത്തിൽ 7 തരം ഓത്തുകൾ ഒറ്റ ആയത്തിൽ ഓതുന്ന ആളുകളുണ്ട്, യൂട്യൂബിൽ കിട്ടും. അപ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരമുള്ള വ്യത്യാസങ്ങളാണെങ്കിൽ അത് അംഗീകരിക്കാം, അല്ലാത്തവ അംഗീകരിക്കില്ല. ഏതുപോലെ 10ൻ്റെ നോട്ട് പലതരം ഉണ്ടെങ്കിലും അത് ഒറിജിനൽ തന്നെയാണ്, നമ്മൾ അടിച്ചത് തന്നെയാണെന്ന് സർക്കാർ പറഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം. ഇതുപോലെ 4, 5, 6, 8 തരം മുസഹഫ് ഉണ്ടെങ്കിൽ പോലും അത് ഒറിജിനലാണ് എന്ന് അതിൻ്റെ ഒറിജിനൽ ആൾ പറഞ്ഞാൽ എന്താക്കാം? നമുക്ക് ഉപയോഗിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അവതരിക്കുമായിരുന്നു. അവതരിക്കുന്ന സമയത്ത് റസൂൽ എന്താ ചെയ്യുക? അത് വഹി വന്നു കഴിഞ്ഞതിന് ശേഷം സഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് ആരാണോ അപ്പോൾ ഉള്ളത് അവരെ വിളിച്ചിരുത്തിയിട്ട് ഓതി കേൾപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ളത് പഠിപ്പിക്കൽ അല്ലേ? ഓതി പ്രവാചകൻ അപ്പോഴേ അത് മനപ്പാടാകുമായിരുന്നു. അടുത്തുള്ള ആളുകൾക്ക് ഓതി കേൾപ്പിച്ച് അവരും ഇത് കാണാതെ
പഠിക്കും, അവർ വേറുള്ളവർക്ക് പഠിപ്പിക്കും. അങ്ങനെയായിരുന്നു ഖുർആൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നത്. ഒരു സംഭവം, റസൂലിൻ്റെ കാലത്ത് ഒരു സംഭവം ഞാൻ ഉദ്ധരിക്കാം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വേറൊരാൾ ഹക്കീം ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ഒരു സഹാബി സൂറത്തുൽ ഫുർഖാൻ ഓതുകയായിരുന്നു. ഉമർ ഖത്താബ് അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത അത്ഭുതം തോന്നി. ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ഓതുന്നേ? സൂറത്തുൽ ഫുർഖാൻ അദ്ദേഹം മറ്റേയാൾ സഹാബി ഓത്ത് നിർത്തിയപ്പോൾ ഉമർ അടുത്തു ചെന്നു. ഉമറിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എല്ലാം കൂടി മാറും കോളറെല്ലാം കൂടി കൂട്ടിങ്ങോട്ട് പിടിച്ചിട്ട് ചോദിച്ചു, ഇതെന്ത് ഓത്താണ് ഓതുന്നത്, എന്ത് ഖുർആനാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാ ദേഷ്യം പിടിക്കണത്? ഇതേ അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് ഓതി കേൾപ്പിച്ച് തന്നത് ഇങ്ങനെയാണ്. സൂറത്തുൽ ഫുർഖാൻ ഇങ്ങനെയാണ് റസൂൽ എനിക്ക് ഓതി കേൾപ്പിച്ച് തന്നത്. ഉമർ ഖത്താബ് പറഞ്ഞു, ഞാൻ സമ്മതിക്കൂല, എനിക്ക് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നത് അങ്ങനെയല്ലല്ലോ. രണ്ടാളും തമ്മിൽ തർക്കമായി. അങ്ങനെ രണ്ടുപേരും പ്രവാചകന്റെ സന്നിധിയിലേക്ക് നീങ്ങി. ചെന്ന സമയത്ത് പ്രവാചകനോട് ഉമറുൽ ഖത്താബ് പറഞ്ഞു, ഈ മനുഷ്യനുണ്ടല്ലോ, സമയത്തു ഹാദാ യഖ്റഉ സൂറത്തുൽ ഫുർഖാൻ അലാ ഗൈരി മാ അഖ്റഅതനി അലൈ, താങ്കൾ എനിക്ക് ഓതി പഠിപ്പിച്ചതല്ലാത്ത രീതിയിൽ ഇദ്ദേഹം ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പിടിച്ചുകൊണ്ടുവന്നതാണ്. അങ്ങനെ ഖുർആൻ പല രൂപത്തിലൊന്നും പറ്റൂല എന്ന് വാശിയായിരുന്നു അദ്ദേഹത്തിന്. പ്രവാചകൻ വളരെ ശാന്തനായിട്ട് ഉമറിനോട് പറഞ്ഞു, വിട്, അയാളെ വിട്, ഞാൻ നോക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, താങ്കളൊന്ന് ഓതി. അദ്ദേഹത്തിന് അറിയുന്ന പോലെ സൂറത്തുൽ ഫുർഖാൻ മൊത്തത്തിൽ പ്രവാചകന്റെ മുന്നിൽ വെച്ച് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഒക്കെ കഴിഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഹാക്കദ ഉൻസിലത്ത്, ഇങ്ങനെയാണ് ഇത് അവതരിച്ചത്. ഈ സൂറത്ത് ഇങ്ങനെ തന്നെയാണ്, ഇദ്ദേഹം ഓതിയ പോലെ തന്നെയാണ്. എന്നിട്ട് ഉമറിനോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഓതിയേ, നിങ്ങൾക്കറിയണ രൂപത്തിൽ. ഉമർ ഇബ്നുൽ ഖത്താബ് വീണ്ടും അതേ സൂറത്തുൽ ഫുർഖാൻ ഓതാൻ തുടങ്ങി. അത് അദ്ദേഹം മനസ്സിലാക്കിയ വേറെ രൂപത്തിലാണ്. വേറെ രൂപത്തിൽ എന്ന് പറയുമ്പോൾ മാലിക്കി ആയിട്ടുണ്ടാവും, യഅലമൂൻ തഅലമൂനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാകാം. അത് ഓതിയെല്ലാം കൂടി കഴിഞ്ഞ് കേട്ടപ്പോൾ നബി പറഞ്ഞു, വഹാക്കദ ഉൻസിലത്ത്, ഇങ്ങനെയുമാണ് ഈ ഖുർആൻ അവതരിച്ചത്. അതും ഖുർആൻ തന്നെയാണ്, ഇതും ഖുർആനാണ്. ഉജാല മുക്കിയതും 100 അല്ലാത്തതും 100. സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന ഉൻസില അലാ സബ്അത്തി അഹ്റുഫിൻ ഫഖ്റഉ മാ തയസ്സറ മിൻ. ഖുർആൻ 7 പാഠഭേദങ്ങളോടുകൂടെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഓതിക്കോളൂ. 7 തരത്തിൽ ഖുർആൻ ഓതാൻ പറ്റും. 7 തരം അക്ഷര വ്യത്യാസങ്ങളും പാഠഭേദങ്ങളും ഖുർആനിലുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഒരായത്തല്ല കേട്ടോ, ഒരു ഹദീസല്ല ഈ വിഷയത്തിലുള്ളത്, ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ മുത്തവാത്തിറാണെന്നാണ് പറയാം. ഇന്നൽ ഖുർആന ഉൻസില അലാ സബ്അത്തി അഹ്റുഫിൻ, ഖുർആൻ 7 രീതിയിൽ 7 പാഠഭേദങ്ങളോടെ ഓതാൻ പറ്റുന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിലെങ്ങനെ നിങ്ങൾക്ക് ഓതണമെന്ന് എളുപ്പമായി തോന്നുന്നുവോ അങ്ങനെ എന്തായിക്കോളൂ, ഓതിക്കോളൂ എന്ന് സർക്കാർ പറഞ്ഞാൽ ആ നോട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ, പറ്റൂലേ? പിന്നിപ്പോൾ എന്താ പ്രശ്നം? അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകൻ അംഗീകരിച്ച സകല പാഠഭേദങ്ങളോടും കൂടിയ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിൽ മാലിക്കി യൗമിദ്ദീൻ ഓതിയാലും മലിക്കി യൗമിദ്ദീൻ ഓതിയാലും തെറ്റല്ല, രണ്ടും ഖുർആൻ. ഹാക്കദ ഉൻസിലത്ത് ഹാക്കദ ഉൻസിലത്ത്, ഇങ്ങനെയും അത് അവതരിച്ചിട്ടുണ്ട്, ഇങ്ങനെയും അത് അവതരിച്ചിട്ടുണ്ട്. അതിൽ കുഴപ്പമില്ല. അപ്പം ചില വ്യത്യാസങ്ങളിലൂടെയൊക്കെ ഓതും. പാരായണ വ്യത്യാസങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. കേരളത്തിലെ നമ്മൾ ഈ അറബികളുമായിട്ട് പണ്ട് ഒരുപാട് ബന്ധമുള്ളത് കൊണ്ട് ലോദ് എന്ന് പറയുന്ന അക്ഷരം വളരെ ഭംഗിയായിട്ട് ഉച്ചരിക്കാൻ അറിയുന്നവരാ. മഗ്ലൂബി അലൈഹിം എന്നൊക്കെ നമുക്ക് അറിയല്ലോ. കേരളം വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകും, കർണാടകയിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഡൽഹിയിലോ, അവിടേക്കാണല്ലോ കൂടുതൽ മുസ്ലിങ്ങളുള്ളത്. ഏതെങ്കിലും ഒരാളോട് ഗൈറിൽ മഗ്ലൂബി അലൈഹിം ഓതാൻ പറഞ്ഞ് അവർ ഓതൂല, ഗൈറിൽ മഗ്സൂബി അലൈഹിം എന്നാ പറയാം. കേട്ടിട്ടുണ്ടോ? അത് അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ അംഗീകരിച്ചു. പാരായണ ഭേദം, ഭാഷാപരമായിട്ടുള്ള ചില ഉച്ചാരണ ഭേദങ്ങളും പാരായണ ഭേദങ്ങളും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അവനെ നിർബന്ധിച്ച് പിടിച്ചിട്ടെല്ലാം കൂടി തിരിച്ചിട്ട് ദ്വാന്ന് പറയടാന്ന് പറയണ്ട. അതൊരു ശൈലിയാണ്. ചില അക്ഷരങ്ങൾ ചിലർക്ക് അങ്ങനെ ഉച്ചരിക്കാൻ പറ്റും, അവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമല്ല, അതങ്ങനെ നിലനിന്നോളും. അപ്പം ഖുർആൻ എന്നുള്ളത് പാരായണ ഭേദങ്ങളോടുകൂടെ അക്ഷര പാഠഭേദങ്ങളോടുകൂടി
മിനിമം 7 രീതിയിലെങ്കിലും ഓതാൻ പറ്റുന്ന രീതിയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അത് ഖുർആന്റെ മുഅ്ജിസത്താന്ന് മനസ്സിലാക്കുകയല്ലാതെ അത് ഖുർആൻ മാറ്റിത്തിരുത്തിയതാണ്, അതാകെ കുഴപ്പമായിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ 1400 കൊല്ലക്കാലഘട്ടത്തിലെ ഖുർആന്റെ ചരിത്രം അവർക്ക് അറിഞ്ഞുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കൃത്യമായി അത് അംഗീകരിക്കപ്പെട്ടതും അദ്ദേഹം പ്രവചിച്ചതുമാണ്. അതങ്ങനെയാണ് ഖുർആൻ. അവിടെ നിന്നിങ്ങോട്ട് 14 തലമുറകൾ കഴിഞ്ഞുപോയി. 14 തലമുറ, 1400 കൊല്ലം എന്ന് പറഞ്ഞാൽ 14 തലമുറ നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ ഹഫ്സിന്റെ ഖുർആൻ മാത്രമേ ശരിയുള്ളൂ, വർഷും കാലൂനും തെറ്റാണെന്ന് മുസ്ലിം സമുദായം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു കുഴപ്പമില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഖുർആൻ പാരായണ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അത് സുഡാനിൽ നിന്നും ലിബിയയിൽ നിന്നും ആളുകൾ വന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. അവർ ചിലർ മലിക്കി യൗമിദ്ദീനും ചിലർ മാലിക്കി യൗമിദ്ദീനും പറയും. മുസ്ലിം പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനർത്ഥം അതാണ് ഞങ്ങളെ ഖുർആൻ, അതാണ് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ മാറ്റിത്തിരുത്തലുകൾ ഇല്ല. ഇതെല്ലാം ചേർന്നതിൻ്റെ പേരാണ് ഖുർആൻ. അത് പ്രവാചകൻ അംഗീകരിച്ചതാണ്. 7 രീതിയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ആദ്യമേ തന്നെ പ്രവാചകൻ സഹാബത്തിനെ പഠിപ്പിക്കുക മാത്രമല്ല, അത് ഓതി അങ്ങനെ പഠിപ്പിച്ചു. അംർ ഇബ്നു ഹിഷാമിന് ഒരു തരത്തിലും ഉമർ ഖത്താബിന് വേറൊരു തരത്തിലും ഓതി പഠിപ്പിച്ചത്, ചില വ്യത്യാസങ്ങളോടുകൂടി.